Once again, good morning to all. Oscillations. എന്താണ് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓസിലേഷൻ എന്തെങ്കിലും ഒന്ന് ഓസിലേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാവോ? ഒരു ഓസിലേഷന്റെ എക്സാമ്പിൾ. ഒരു സിമ്പിൾ പെൻഡുലം നമുക്കറിയാവുന്ന ഒരു കാര്യം അല്ലേ? ഒരു സിമ്പിൾ പെൻഡുലാണെങ്കിൽ ആ സിമ്പിൾ പെൻഡുലത്തിന്റെ അറ്റത്തൊരു മാസ് കാണും, അല്ലെങ്കിൽ നമ്മളൊരു ബോബ് കാണും. ആ ബോബ് ഇതിപ്പം അത് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന വള്ളി, അപ്പൊ അതേ വിത്ത് റെസ്പെക്ട് ടു അതേ നിന്നുകൊണ്ട് അത് ഓസിലേറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ സിമ്പിൾ പെൻഡുലം. അപ്പൊ ഇതാണ് നമ്മുടെ പെൻഡുലം. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ whenever we apply an external force, ഇതിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് ടു ഓസിലേറ്റ്. ഇത് ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഓസിലേറ്റ് ചെയ്ത് വരും. അതിനുശേഷം അതിന്റെ സ്പീഡ് കുറഞ്ഞ് തിരിച്ച് ഓസിലേറ്റ് ചെയ്ത് ഇപ്പുറത്തെ വശത്ത് വരെ വരും. ഇനി അവിടെ ഫ്രിക്ഷനും ഇല്ല, എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ് ടു ഇൻഫിനിറ്റി. ഇതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? An oscillation is defined as it is a to and fro motion. It is a to and fro motion with respect to the equilibrium position. With respect to the equilibrium position. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമൊന്നുമില്ലല്ലോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? അനഘ, അനന്തു? പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഇവിടുന്ന് റിപ്ലൈ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമോ? ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇക്വിലിബ്രിയം പൊസിഷൻ എവിടെയാണ്? ഇവിടെ ബോബിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ദിസ് വൺ. ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ ആയിരിക്കുമ്പം, അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്തപ്പം ഈ എന്നാ പറയുന്നത്, നമ്മുടെ ബോബ് ഈ പൊസിഷനിലായിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇതൊരു ടു ആൻഡ് ഫ്രോ മോഷന് അണ്ടർഗോ ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് എ or an oscillation with respect to the equilibrium position. ഒരു പോയിന്റ് കൂടെ പറയാം. And its acceleration directed towards the equilibrium position. ആടി തീർന്നാൽ അവസാനം എവിടെ വന്ന് നിൽക്കാൻ അവൻ ശ്രമിക്കുന്ന ഈ പോയിന്റ് വന്ന് നിൽക്കാൻ തുടങ്ങുമല്ലേ? ആൻഡ് ഇട്ടില്ലേലും കുഴപ്പമില്ല, കോമ, the acceleration directed towards the equilibrium position. ഇങ്ങനത്തെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെ ഒരു ഓസിലേഷനും മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാം, സ്പ്രിങ് അല്ലെ? ഒരു മാസ് ഉള്ള ഒരു ഇതാണ് നമ്മളെ ഇരിക്കുന്ന ഒരു സ്പ്രിങ്. ആ സ്പ്രിങ്ങിനറ്റത്ത് ഒരു മാസ് കെട്ടി താഴത്തേക്ക് നമ്മൾ അതിനെ വലിച്ചു കഴിഞ്ഞാൽ എന്നാ പറ്റും? അത് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലേ? അപ്പൊ അതിവിടം വരെയും ആ സ്പ്രിങ്ങിനൊരു ഇലോങ്ങേഷൻ സംഭവിച്ചു. അത് കഴിഞ്ഞ് എന്നാ പറ്റും? തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ
that is compressed. അപ്പോൾ നോക്കുക, എം മാസ് ഒരു സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. മാസ് ഒരു സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതിന് താഴത്തേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. Then that spring is elongated, അത് റിലീസ് ചെയ്താൽ that is compressed. It is also an oscillation. ഇത് ഒരു ഓസിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. Because it is a to and fro motion. To മുമ്പോട്ട് പുറകോട്ടുള്ള ഒരു ഓസിലേഷൻ. And directed towards the equilibrium position. Finally അത് ഇവിടെ വന്ന് നിൽക്കാൻ ശ്രമിക്കും. അതാണ് the definition of an oscillation. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ ആണ്. നമ്മൾ ഒരു വേവ് സൈൻ വേവോ കൊസൈൻ വേവോ ഒക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇത് ഇവിടെ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ആംപ്ലിറ്റ്യൂഡ്. നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ദ മാക്സിമം ഹൈറ്റ്. ഇവിടെ ഇപ്പൊ ഇതിന്റെ കേസിൽ മാത്രം മാക്സിമം ഹൈറ്റ് എന്ന് പറയാം. മാക്സിമം ഹൈറ്റ്, ഓർ ഇവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, ഓർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് obtained by the external force. Obtained by the external force. അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഓസിലേഷൻ എന്ന് പറയും. ക്ലിയർലേ? ആംപ്ലിറ്റ്യൂഡ്. പിന്നെ പറയുന്നതാണ് ഇവിടെ നമുക്ക് വേണ്ടതാണ് ടൈം പീരിയഡ്, ക്യാപിറ്റൽ ടി. എന്താണ് ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ? ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടുന്ന് ഇവ മൂവ് ചെയ്ത് ഇവിടെ ചെന്ന് അവിടുന്ന് തിരിച്ച് ഈ പോയിന്റിൽ വരുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവും. സോ ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ that is called time period of that oscillation. ഇനി എനിക്കറിയാം, നിങ്ങൾക്ക് തോന്നുന്നു ഫ്രീക്വൻസിയും നിങ്ങൾക്കറിയാം അല്ലേ? ഫ്രീക്വൻസി ടൈം പീരീഡ് തന്നു കഴിഞ്ഞാൽ ന്യൂ ആണ് ഫ്രീക്വൻസി. ന്യൂ ഈസ് ഈക്വൽ ടു 1/t. നമ്മൾ പറയുന്ന ടൈം പീരിയഡിന്റെ റെസിപ്രോക്കൽ 1/. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കിട്ടും. What is frequency? The number of oscillations passing through a point or passing through a point in unit time. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ ഇത് കൂട്ടി എത്ര ഓസിലേഷൻ കടന്നു, അതാണ് ഫ്രീക്വൻസി. So majorly these are the main points that we want to discuss about the oscillation of a spring or a simple pendulum. അപ്പം ഇതൊരു to and fro motion ആയിരിക്കും. Acceleration is directed towards the equilibrium position. The maximum distance is attained by, that is called the amplitude. The time taken for one complete oscillation, that is time period. The reciprocal of the time period, that is frequency. Clear ആയോ എല്ലാ പോയിന്റും? ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ, അതോടെ നോട്ട് ചെയ്തേര്. ആംഗുലാർ വെലോസിറ്റി. ആക്ച്വലി 2 type of velocity ഉണ്ടല്ലേ? ലീനിയർ വെലോസിറ്റി ഉണ്ട്. That is in the case of a linear motion. That is linear velocity.
Similarly, for any rotational motion, we can say it as angular velocity. So angular velocity is for rotational motion. So the angular velocity is represented by letter omega. Omega equal to 2 pi nu. That is equal to 2 pi nu 1 by t or 2 pi divided by t. That is equal to angular velocity. In the unit enarigum 2 pi എന്ന് പറയുന്നത് ആംഗിൾ അല്ലേ ഒരു റൊട്ടേഷന്റെ കേസിലാണ് നമ്മൾ 2 pi പറയുന്നത് അത് എത്രയാണ് ആംഗിൾ ഇപ്പൊ ഇത്രയാണെങ്കിൽ നമ്മൾ 90 ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ അപ്പം ഇവിടെ ഇപ്പൊ 90 ഡിഗ്രി ആണെങ്കിൽ ഈ 2 pi എന്ന് പറയുന്നത് എത്രയാണോ അത്രയും അപ്പൊ അത് റേഡിയൻ അല്ലെ ഡിഗ്രി ഇപ്പൊ നമുക്ക് റേഡിയൻ എടുക്കാം റേഡിയൻ ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് നമുക്ക് ഒരുമിച്ച് എഴുതാം സെക്കൻഡ് മോളിൽ പോകുമ്പം റേഡിയൻ സെക്കൻഡ് റേസ് ടു -1 ആവും അല്ലേ അപ്പം RAD s raised to -1 that is the unit of angular velocity omega. നമ്മൾ പറഞ്ഞ ഓസിലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ടേമുകൾ പറഞ്ഞുകൊണ്ട് ഇനി ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും പീരിയോഡിക് പീരിയഡ് ഓർ പീരിയോഡിക് മോഷൻ ഇറ്റ് ഈസ് മീൻ ബൈ പീരിയോഡിക് മോഷൻ ആരെങ്കിലും ഒന്ന് പറയാവോ എന്താണ് ഒരു പീരിയോഡിക് മോഷൻ ആവണി പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇൻ എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം അല്ലെ ഒരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന എനി മോഷൻ ഓർ എനി ഫിനോമിന എന്നും പറയും ഇപ്പൊ കാലങ്ങളൊക്കെ നമ്മൾ പറയില്ല മഴക്കാലം വേനൽക്കാലം അതൊക്കെ ശരിക്കും പീരിയോഡിക് ആണ് അല്ലെ ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് the rotation of the earth about its own axis, the rotation of the earth around the sun, these are periodic motion. So any motion or any process or any phenomenon which repeats itself in equal intervals. In equal intervals of time. That is called a periodic motion. ഒരു periodic motion എക്സാമ്പിൾ പറഞ്ഞേ periodic motion ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ റൊട്ടേഷൻ ഓഫ് എർത്ത് തന്നെ രണ്ടെണ്ണം പറയാം അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഉണ്ട് അല്ലേ നമ്മൾ ഒരു ദിവസം കടന്നു വരും സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കടന്നു വരുമ്പോൾ ഒരു വർഷമാവും സോ ദീസ് ആർ ടൈപ്പ് ഓഫ് ഓസിലേഷൻസ് ദാറ്റ് ആർ ഓൾസോ പീരിയോഡിക് മോഷൻ ഇവിടം കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തും